എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ തിരച്ചടി എന്ന കഥയാണ് ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്ത് പ്രസിദ്ധരായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരം. അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിക്കും തിരക്കും, പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന ഗുരു ഓരോരുത്തരോടായി സംസാരിച്ച് നടന്നു വരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്തെത്തി. എത്തിയപാടെ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ? ഒരു അത്ഭുതപ്പെട്ടു പോയി. താൻ വരുന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എന്ത് ഈ കൊട്ടാരമൊക്കെ ഒന്ന് നന്നായി ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരൂ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ഇതാ ഈ സ്പൂണും ഇതിലെ 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. നീ നടക്കുമ്പോൾ ഈ 2 തുള്ളി എണ്ണ താഴെ തുളുമ്പിപ്പോകാതെ നോക്കണം. അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമാറ്റ കോണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ ഗുരുവിന്റെ മുറിയിലെത്തി. നീയെല്ലാം കണ്ടു അല്ലേ? നീ എന്റെ ആ തിരശീല കണ്ടില്ലേ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്തു കൊണ്ടുവന്നതാണ്. അല്ല, നീ അതിന്റെ അടുത്ത് ഒരു ഉദ്യാനം കണ്ടില്ലേ? ഇതുപോലെയാക്കാൻ ഒരു 10 വർഷമെങ്കിലും എടുത്തു. നീ എന്റെ ഗ്രന്ഥപ്പുര കണ്ടില്ലേ? ഇതിൽ ഓരോ പുസ്തകത്താളുകളും എത്ര മനോഹരവും പൂർണ്ണവുമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. താൻ ഇതൊന്നും കണ്ടില്ലല്ലോ. തന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്കൂളിലെ എണ്ണയിലായിരുന്നു. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റശബ്ദം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടില്ലല്ലേ? എന്നാൽ ഒന്നും കൂടി എല്ലാം നന്നായി വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അങ്ങനെ അവനെല്ലാം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവന്റെ കയ്യിൽ ആ സ്പൂണിൽ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇത്തവണ അവനെല്ലാം നന്നായി വിസ്തരിച്ചു കണ്ടു. ചുവരുകളിലെ കലാസൃഷ്ടികൾ മാത്രമല്ല, ഗുരുവിന്റെ തിരശീല, ഉദ്യാനം, പിന്നെ ഗ്രന്ഥപ്പുര. ഇതെല്ലാം കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുൻപിലെത്തി. താൻ കണ്ട കാര്യങ്ങളെല്ലാം ഗുരുവിനെ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഗുരുവിന്റെ ചോദ്യം വന്നു, അല്ല, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ ഇവിടെ? അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. തന്റെ കയ്യിലുള്ള ആ സ്പൂണിൽ ആ 2 തുള്ളി എണ്ണയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ കയ്യിലിരിക്കുന്ന ആ കടലിന്റെ 2 തുള്ളി എണ്ണയെ എല്ലാം കൈവരുത്. ആ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ കഥ. നന്ദി.